1 മീറ്റർ 10. ഇതൊക്കെ വലിയ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ആണ്. ഇതൊന്നും അത്ര പെട്ടെന്ന് പൊളിയില്ല എന്ന് കമന്റ് ബോക്സിൽ വന്ന് പ്രസംഗിക്കുന്ന ബുദ്ധിജീവികളോടും ഇത് വെറും അമ്മാവന്മാരുടെ തള്ളാണെന്ന് പറഞ്ഞു പരിഹസിക്കുന്നവരോടും എനിക്ക് ചിലത് ചോദിക്കാനുണ്ട്. വള്ളുവള്ളി സ്കൂൾ പടിയിലെ NH-66 സർവീസ് റോഡ് നിർമ്മാണത്തിൽ നമ്മൾ ഈ കാണുന്നത് വെറുമൊരു അനാസ്ഥയല്ല, മറിച്ച് ജനങ്ങളുടെ ജീവൻ പണയം വെച്ചുള്ള പച്ചയായ അഴിമതിയാണ്. ഇവിടെ എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്? ഞങ്ങൾ ഈ പറയുന്നത് വെറുതെയല്ല. ഇന്ത്യൻ റോഡ് കോൺഗ്രസ് അഥവാ IRC നിശ്ചയിച്ചിട്ടുള്ള കൃത്യമായ മാനദണ്ഡങ്ങൾ മുൻനിർത്തിയാണ്. ഈ നിയമപ്രകാരം റോഡിന്റെ വശങ്ങളിൽ കെട്ടുന്ന ഇത്തരം ഭിത്തികളുടെ ഉറപ്പിനായി ഉപയോഗിക്കുന്ന ജിയോഗ്രിഡ് വലകൾക്ക് ഒരു നിശ്ചിത നീളമുണ്ടായിരിക്കണം. ജിയോഗ്രിഡാണ്. ജിയോഗ്രിഡിന്റെ നീളം നോക്കും. 1 മീറ്റർ 10. 1.10. ഇവിടെ ഒരു 9 മീറ്റർ പൊക്കുണ്ടായിരുന്നു. 9 മീറ്റർ ഹൈറ്റിലാണ് ഇട്ടേക്കുന്നത്. 1 മീറ്റർ 1.10. പിന്നെ ഇവിടെ പുല്ല് ചെയ്തേക്കണ മണ്ണ് കായൽ മണ്ണ് നോക്കൂ. ഒരു നിശ്ചിത നീളമുണ്ടായിരിക്കണം. അതായത് മതിലിന്റെ ഉയരം എത്രയാണോ അതിന്റെ 70% നീളം ഈ വലകൾക്ക് ഉള്ളിലേക്കുണ്ടായിരിക്കണം. നോക്കുക, വള്ളുവള്ളിയിലെ ഈ മതിലിന് 9 മീറ്റർ ഉയരമുണ്ട്. അങ്ങനെയെങ്കിൽ IRC നിയമമനുസരിച്ച് ഇതിന് ചുരുങ്ങിയത് 6.3 മീറ്റർ നീളമുള്ള വലകൾ ഉപയോഗിക്കണം. എന്നാൽ നമ്മളിവിടെ നേരിട്ട് വന്ന് ടേപ്പ് വെച്ച് അളന്നു നോക്കിയപ്പോൾ കണ്ടതെന്താണ്? വെറും 1.10 മീറ്റർ. ഒന്നുകൂടി ആലോചിച്ചു നോക്കൂ. 6.3 മീറ്റർ വേണ്ട സ്ഥാനത്താണ് വെറും 1.10 മീറ്റർ കഷ്ണം വെച്ച് ഇവർ പണി തീർക്കുന്നത്. ബാക്കി 5 മീറ്ററിലധികം വരേണ്ട മെറ്റീരിയൽ എവിടെ പോയി സാറേ? ഈ 1 മീറ്റർ കഷ്ണം വെച്ച് 9 മീറ്റർ മതിലിനെ താങ്ങി നിർത്തുന്നതാണോ നിങ്ങൾ പറയുന്ന ആ ഹൈടെക് എഞ്ചിനീയറിംഗ്? ഇതിനെ ചോദ്യം ചെയ്യുന്നവർ അമ്മാവന്മാരാണെങ്കിൽ ഈ അമ്മാവന്മാർക്ക് നിങ്ങളുടെ അഴിമതി എഞ്ചിനീയറിംഗിനേക്കാൾ വലുത് ഈ വഴി പോകുന്ന സാധാരണക്കാരുടെ ജീവനാണ്. ഇതിന്റെ കൂടെ ഉപയോഗിക്കുന്ന മണ്ണുകൂടി ഒന്നു നോക്കണം. ഒന്നിനും കൊള്ളാത്ത വെറും കായൽ മണ്ണാണ് ഇവിടെ നിറയ്ക്കുന്നത്. ഒരു കനത്ത മഴ പെയ്താൽ ഈ മണ്ണ് ഒലിച്ചുപോകില്ലേ? ഈ മതിൽ തകർന്നു വീഴില്ലേ? സത്യങ്ങൾ പുറത്തറിയുമെന്ന് ഭയക്കുന്നിടത്താണ് അഴിമതിയുടെ മണമടിക്കുന്നത്. നാട്ടുകാരുടെ നികുതിപ്പണമെടുത്ത് ഇങ്ങനെ മരണക്കെണി ഒരുക്കാൻ ആരെയും അനുവദിക്കില്ല. 6.3 മീറ്റർ വേണ്ട സ്ഥാനത്ത് 1 മീറ്ററിൽ ഒതുക്കിയതിന് പിന്നിലെ ലാഭം ആരുടെ പോക്കറ്റിലേക്കാണ് പോകുന്നത്? അധികൃതർ ഇതിന് മറുപടി പറഞ്ഞേ തീരൂ. വള്ളുവള്ളിയിലെ ഈ കള്ളക്കളി ഇനി ഇവിടെ നടക്കില്ല.